ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വേരിട്ടിറങ്ങിയ തിരുഹൃദയ സ്നേഹത്തിൻ്റെ ജപമാല, മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് തുടങ്ങുന്ന ആ ജപമാലയുടെ ധന്യത, എത്രയോ ഹൃദയസ്നേഹം പെയ്തിറങ്ങിയ പ്രാർത്ഥനയായിരുന്നു അത്. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ. എല്ലാവരും ഒന്നു ചേർന്ന് അർപ്പിച്ചിരുന്ന ഈ പ്രാർത്ഥനയുടെ ഊഷ്മളത ഇന്ന് എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ശാലോം കുടുംബം ഒരു 5 ഭാഗങ്ങളിലായി പുണ്യ സ്മരണാർഹനായ ഫ്രാൻസ് പാപ്പ നമുക്കായി നൽകിയ ചാക്രിക ലേഖനം അവൻ നമ്മെ സ്നേഹിച്ചു നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. 5 ഭാഗങ്ങളിലായുള്ള ഇതിൻ്റെ ഈ ഘടന നമ്മൾ ഒന്ന് സ്വാംശീകരിച്ച് വളരെ ലളിതമായി തന്നെ നമ്മളത് മനസ്സിലാക്കുമ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഈ തിരുഹൃദയ സ്നേഹം പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് ഉചിതമായ വ്യക്തികളെ ഒരുക്കിയിരിക്കുകയാണ്. OSS സഭാംഗമായ ബഹുമാനപ്പെട്ട ജിബിൻ അച്ഛനും ഒപ്പം SVM സഭാംഗമായ ജയ് മേരി സിസ്റ്ററും നമ്മോടൊപ്പമുണ്ട്. ഇവരുടെ പ്രത്യേകത തിരുഹൃദയ ഭക്തി പ്രചാരണ രംഗത്ത് സജീവമായി മുന്നേറുന്നു. അപ്പോൾ നമുക്ക് ഒന്ന് ചേർന്നിരുന്നു കൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളറകളിൽ ഈ തിരുഹൃദയ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാം, ചിന്തിക്കാം, ഒരുമയോടെ പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങ് ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ എന്ന് നമുക്ക് ആരംഭിക്കാം. ബഹുമാനപ്പെട്ട സിസ്റ്റർ, തീർച്ചയായും ഈ തിരുഹൃദയ സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് ധ്യാനിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും അത് പ്രചരിപ്പിക്കുന്ന ദൗത്യ വഴികളിൽ സിസ്റ്റർ മുന്നേറുകയും ചെയ്യുന്നു. നമുക്ക് ഈ ശാലോം കുടുംബത്തിലെ പ്രേക്ഷകരോട് തിരുഹൃദയ സ്നേഹത്തെക്കുറിച്ച് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തണലിരുന്നു കൊണ്ട് ചിന്തിക്കാം. സിസ്റ്ററിൻ്റെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചുള്ള ഒരു ചരിത്ര വഴി, ഈ തിരുഹൃദയ ഭക്തി, അതിൻ്റെ ചരിത്ര നാളുകളെക്കുറിച്ചൊക്കെ ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും സന്തോഷപ്രദമാണ്. ഹൃദയമാകുക, ഹൃദയമേകുക എന്നൊരു വലിയ ദൗത്യമാണ് ഞങ്ങളുടെ സഭാ സമൂഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈശോയുടെ തിരുഹൃദയ ഭക്തിയുടെ ആ ചരിത്രം പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നൂറ്റാണ്ടുകളിലൂടെ വളർന്നാണ് ഇന്ന് നാം കാണുന്ന ഈ തിരുഹൃദയ ഭക്തി ഇതുപോലെ എത്തിത്തീർന്നിരിക്കുന്നത്. ഏതാണ്ട് 3-ാം നൂറ്റാണ്ട് മുതൽ തന്നെ തിരുസഭയിൽ തിരുഹൃദയ ഭക്തി നിലനിന്നിരുന്നു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. എന്നാൽ 14-ാം നൂറ്റാണ്ടിൽ ഇന്നസെൻ്റ് 6-ാമൻ മാർപ്പാപ്പയുടെ കാലത്താണ് തിരുഹൃദയ ഭക്തി സഭയിൽ ഇത്ര കൂടുതലായിട്ട് പ്രചരിക്കാൻ തുടങ്ങിയത്. അതിനൊരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയവും മതപരവുമായ പീഡനത്താൽ തകർക്കപ്പെട്ട ഒരു ലോകത്തിന് നിലനിൽക്കുന്ന സുസ്ഥിരമായ ഒരു ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യാൻ ഈശോയുടെ തിരുഹൃദയത്തിന് സാധിക്കും എന്നൊരു വിശ്വാസം അക്കാലങ്ങളിൽ ശക്തമായിരുന്നു. പിന്നീട് 17-ാം നൂറ്റാണ്ടിലാണ് തിരുഹൃദയ ഭക്തി ഇത്രയധികം സഭയിൽ പ്രചാരം നേടിയത്. അതിന് പ്രത്യേകമായൊരു കാരണവും ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ 1673 ജൂൺ മാസം 27-ാം തീയതി ഫ്രാൻസിലെ പാർലമോണിയയിൽ വിസിറ്റേഷൻ സമൂഹ അംഗമായ സിസ്റ്റർ മാർഗ്രറ്റ് മേരിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഹൃദയത്തിന് മാനവരാശിയോടുള്ള ഒടുങ്ങാത്ത സ്നേഹം വ്യക്തമാക്കുകയായിരുന്നു. മാംസളമായ അവിടുത്തെ ഹൃദയം കാണിച്ചുകൊണ്ട് തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കാൻ ഈശോ തന്നെ വിശുദ്ധ മാർഗ്രറ്റ് മേരിയോട് ആഹ്വാനം ചെയ്തു. തീർച്ചയായും ആ ഭക്തിയുടെ വഴി ഉണ്ടായിരുന്നു, തീക്ഷ്ണമായുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ പാപ്പ ഇതിനകത്ത് പറയുന്നുണ്ട്, അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ള ചാക്രിക ലേഖനത്തിലെ 9-ാം ഖണ്ഡികയിൽ നമ്മുടെ ജീവിതയാത്രയിൽ വീണ്ടും ആ ഭക്തിയിലേക്ക്, തിരുഹൃദയ ഭക്തിയിലേക്ക് മാനവ സമൂഹം വീണ്ടും കടന്നു വരേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥം, അന്ന് അങ്ങനെ തുടങ്ങി വെച്ച ഭക്തി ഇന്ന് അത്രമാത്രം തീക്ഷ്ണതയോടെ ഇല്ല എന്നൊരു ചിന്ത ഇനത്തില്ലേ? 1856 9-ാം പിയൂസ് മാർപ്പാപ്പയാണ് സഭയിൽ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്തത്. അതേ തുടർന്നാണ് എല്ലാ വർഷവും തിരുഹൃദയ തിരുനാൾ ആഘോഷം സഭയിൽ തുടങ്ങിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാലാകാലങ്ങളിൽ നമ്മെ നയിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ പിതാക്കന്മാരെല്ലാവരും തന്നെ ഈശോയുടെ തിരുഹൃദയ സ്നേഹം അനുഭവിച്ചറിഞ്ഞവരും
തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കാൻ ഉത്സുകരുമായിരുന്നു. അതിനൊരു തെളിവാണ് 1899 13 ലയോ മാർപ്പാപ്പ ലോക ജനതയെ മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. പിന്നീട് 12 പിയൂസ് മാർപ്പാപ്പ ഈ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹൊരേത്തിസ് അക്വാസ്, അതായത് നീ ജലം വലിച്ചെടുക്കും എന്നൊരു ചാക്രിക ലേഖനം തന്നെ 1956 പുറപ്പെടുവിച്ചു. വീണ്ടും 1995 ആയപ്പോഴേക്കും ജോൺ പോൾ II മാർപ്പാപ്പ തിരുഹൃദയ തിരുനാൾ ദിനം വൈദികർക്കു വേണ്ടിയുള്ള ലോക പ്രാർത്ഥനാ ദിനമായി പ്രഖ്യാപിക്കുകയായിരുന്നു. 2011 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തിരുഹൃദയ തിരുനാളിൽ ലോകമാസകലമുള്ള യുവജനങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. ഇപ്പോഴിതാ ഈ ഹൃദയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയുന്ന ഈ അത്യാധുനിക കാലഘട്ടത്തിൽ ഈശോയുടെ കരുണാർദ്രമായ സ്നേഹം എല്ലാവരും അറിയാനും അനുഭവിക്കാനും ഹൃദയമുള്ളവരൊക്കെ ആകുവാനും വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ലെക്തിസ്നോസ്, അവൻ നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനം നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്രയോ ഉദാത്തമായ അനുഭവമാണ് ഈ തിരുഹൃദയ സ്നേഹം നമുക്ക് നൽകുന്നത്. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയുടെ ധന്യത അതാണ്. കാലാകാലങ്ങളിലായി പരിശുദ്ധ പിതാക്കന്മാരിലൂടെയും സഭാപിതാക്കന്മാരിലൂടെയും ഒക്കെ ലഭ്യമായ തിരുഹൃദയ സ്നേഹം എത്രയോ ആഴമായി വേരുറപ്പിക്കപ്പെടുവാൻ നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്നാണ് ഈ ചരിത്ര വഴികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും നമുക്ക് ആ ഹൃദയ സ്നേഹത്തിലൂടെ, പ്രത്യേകിച്ച് കരുണയുടെ മുഖവുമായി കടന്നു വന്ന ഫ്രാൻസ് പാപ്പ നൽകുന്ന അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ള ആ തിരുവെഴുത്ത്, ആ ചാക്രിക ലേഖനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് ഒരു തിരുഹൃദയ സ്പന്ദനമായി മാറുമ്പോൾ, ബഹുമാനപ്പെട്ട ജിബനച്ച, ഈ ചാക്രിക ലേഖനത്തെക്കുറിച്ച് എന്താണ് അച്ഛന് ഈ കൂട്ടായ്മയോട് പറയാനുള്ളത്? അതിനെക്കുറിച്ചുള്ള വിസ്താരം നൽകിയാൽ സന്തോഷമാണ്. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് നൽകിയ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സമ്മാനമാണ് അവൻ നമ്മെ സ്നേഹിച്ചു എന്ന് പറയുന്ന ഈ ചാക്രിക ലേഖനം. 2024 ഒക്ടോബർ മാസം 24 അദ്ദേഹം ഇത് പ്രസിദ്ധീകരിക്കാനായിട്ട് അനുവാദം നൽകുന്നത്. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ മാനുഷികവും ദൈവികവുമായിട്ടുള്ള ഒരു സ്നേഹത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ചാക്രിക ലേഖനമാണ് ഈ അവൻ നമ്മെ സ്നേഹിച്ചു എന്ന് തുടങ്ങുന്ന ചാക്രിക ലേഖനം. ഇതിൽ പ്രധാനമായിട്ടും 5 അധ്യായങ്ങളിലൂടെയാണ് അദ്ദേഹം ഇത് നമ്മളെ വിവരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൽ ഹൃദയത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയും അതുപോലെ തന്നെ വാക്കുകളും എങ്ങനെ മുമ്പോട്ട് പോകണം, അത്യധികം സ്നേഹിച്ച ഒരു ഹൃദയമാണ് യേശുവിൻ്റെ ഹൃദയമെന്ന് 3-ാമത്തെ അധ്യായത്തിലൂടെ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. 4-ാമത്തെ അധ്യായത്തിൽ സ്വയം പാനീയമായി നൽകുന്ന ഒരു സ്നേഹമാണ് ഈശോയുടെ തിരുഹൃദയം എന്നും വിശുദ്ധ കുർബാനയും ഒക്കെ ആയിട്ട് മനോഹരമായിട്ട് അതിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. 5-ാമത്തെ അധ്യായത്തിൽ സ്നേഹത്തിന് സ്നേഹം എന്നുള്ള ഒരു ചലഞ്ച്, ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് തിരുഹൃദയം ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ അധ്യായം ഹൃദയത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു അധ്യായമാണ്. അതായത് ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിൽ ഹൃദയത്തിന് ഒരുപാട് പ്രാധാന്യം ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി നമ്മളെ നോക്കി വിളിക്കുകയാണ്, നീ ഹൃദയമില്ലാത്തവൻ എന്നൊരു പദം ഉപയോഗിച്ചാൽ നമുക്ക് വളരെ വേദനയുള്ള ഒരു കാര്യമാണ്. കാരണം ഈ പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്നേഹിക്കാൻ അറിയാത്തവൻ, ആരുമായിട്ട് ബന്ധമില്ലാത്തവൻ, കഠിന ഹൃദയനായിട്ടുള്ള ഒരു വ്യക്തി. ഇതൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈശോയുടെ തിരുഹൃദയം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഹൃദയമുള്ള ഒരു ദൈവത്തെ നമുക്ക് മുമ്പിലേക്ക് കാണിച്ചു തരികയാണ്. 1-ാമത്തെ അധ്യായം മുഴുവനും പറഞ്ഞു വെക്കുന്നതും പഠിപ്പിക്കുന്നതും ഹൃദയമില്ലാത്തവരുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഹൃദയമുള്ള ഒരു ദൈവം നിനക്കുണ്ട് എന്നുള്ള ഒരു സുന്ദരമായിട്ടുള്ളൊരു പഠനമാണ് ഈ 1-ാമത്തെ അധ്യായം നമുക്ക് മുമ്പിലേക്ക് പ്രത്യാശയിലേക്ക് നമ്മളെ വിളിക്കുന്ന. അതെ അതെ അതെ. അച്ഛാ, തിരുഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ഹൃദയമില്ലാത്ത അല്ലെങ്കിൽ ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകത. നമുക്കറിയാം, വളരെ ലളിതസുന്ദരമായി എന്നാൽ ഏറെ ഭക്തിയോടുകൂടി
നമ്മുടെ കുടുംബം ഏറ്റുവാങ്ങിയിരുന്ന പ്രാർത്ഥന. പ്രത്യേകിച്ച് നമ്മുടെ വല്യമ്മച്ചന്മാരും അപ്പച്ചന്മാരൊക്കെ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ എന്നൊക്കെയുള്ള ആ സുഹൃത ജപം അല്ലെങ്കിൽ ആ തിരുഹൃദയ ജപമാലയൊക്കെ അത് അന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉയർന്നു മുഴങ്ങിയപ്പോൾ സത്യത്തിൽ ആ ഹൃദയ സ്നേഹം പങ്കുവെച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നത്. എന്നാൽ അച്ഛാ, ഈ കാലഘട്ടം എങ്ങനെയാണ് അത് അച്ഛൻ നോക്കുകയാണെന്ന്? ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് തിരക്കിൻ്റെയും ഒരുപാട് ഹൃദയശൂന്യതയുടെ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ഈ ബാലകൗമാര യൗവനങ്ങളൊക്കെ അന്ന് നമുക്കിതൊക്കെ കിട്ടിയ ഓർമ്മകൾ ഇന്ന് നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ പൂർവികരൊക്കെ പഠിപ്പിച്ച പ്രാർത്ഥന ഇല്ല സിസ്റ്ററെ, ശരിക്കും അത് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറ അത് അവർ വിമർശിച്ച് കുറ്റപ്പെടുത്തുമല്ല, എന്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഒന്ന് സ്വായത്തമാക്കാൻ കഴിയാത്ത പോകുന്നു, അല്ലെങ്കിൽ അവർ അത് ഇതൊക്കെ ഈ തിരുഹൃദയ ഭക്തിയുടെ വഴിയിലുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ യുവജനങ്ങളുടെ ശൈലിയിൽ തന്നെ നമുക്ക് ഈ തിരുഹൃദയത്തെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കാം. തിരുഹൃദയത്തെ ഞാൻ ഈ കാലഘട്ടത്തിൽ വിശേഷിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു മേക്കപ്പ് ബോക്സ് ആയിട്ടാണ് തിരുഹൃദയത്തെ വിശേഷിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സുന്ദരനാവുക, സുന്ദരിയാവുക എല്ലാവരുടെയും ആഗ്രഹവും ഒക്കെയാണ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ മാത്രമൊന്നുമല്ല. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ യേഹൂ ജെസബേൽ എത്തി എന്ന് കേട്ട ഉടനെ തന്നെ ഓടി അവൾ വന്ന് നോക്കുന്നുണ്ട്. നോക്കുക മാത്രമല്ല, കണ്ണെഴുതി മുടിയൊക്കെ മനോഹരമായിട്ട് അലങ്കരിച്ച് അവൾ ആ വാതിലിലൂടെ നോക്കി ഇറങ്ങി വരുന്നുണ്ട്. ഇത് മനുഷ്യൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ്, സുന്ദരനാവുക, സുന്ദരിയാവുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേക്കപ്പ് ബോക്സിൽ കുറേ ടൂൾസ് ഉണ്ടല്ലോ, അതായത് കണ്ടെഴുതുന്ന കാര്യങ്ങൾ കാണും, ചീപ്പ് കാണും, അങ്ങനെ ഒരുപാട് ടൂൾസ് ഈ മേക്കപ്പ് ബോക്സിൽ സാധാരണഗതിയിൽ ഒളിപ്പിച്ചു വെക്കാറുണ്ട്. തിരുഹൃദയത്തിൻ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ബോക്സാണ്. ഈ ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന മേക്കപ്പ് ബോക്സിൽ അടങ്ങിയിരിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് അതിലെ മുള്ളുകളുണ്ട്, അതിൽ ഒരു കുരിശുണ്ട്, പ്രകാശമുണ്ട്. അത്തരത്തിൽ നോക്കുകയാണ് എങ്കിൽ ഈ തിരുഹൃദയം മർഗരീത്ത പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ട് മനുഷ്യ മക്കളെ മുഴുവൻ സ്നേഹിക്കുന്ന ഹൃദയമിതാ എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു കാണിച്ച ഈ തിരുഹൃദയത്തിൽ കുരിശും മുൾമുടിയും ഹൃദയത്തിൻ്റെ മുറിവും ഒക്കെ കാണിച്ചുകൊണ്ട് അതിൽ ഒരു പ്രകാശവും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ സഹനങ്ങൾ, നൊമ്പരങ്ങൾ അല്ലെങ്കിൽ വേദനകൾ, ഇതിനെയെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ഒരു മേക്കപ്പ് ബോക്സാക്കി ഈ തിരുഹൃദയത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, എത്രയോ ആഴമായ ഒരു നിദർശനമാണ്, ഒരു ചിന്തയാണ് നമുക്ക് പങ്കുവയ്ക്കപ്പെടുന്നത്. കുരിശും മുൾമുടിയും പ്രകാശവും ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ, സഹനങ്ങളിൽ ഒക്കെ അതിനെല്ലാം ഉള്ളിൽ തന്നെ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ദിവ്യപ്രകാശം പരത്തി ആ തിരുഹൃദയം നമ്മളെ കാത്തിരിക്കുകയാണ്. എപ്പോഴും നമ്മുടെ സഹനങ്ങളിലും നൊമ്പരങ്ങളിലും നമ്മുടെ കുടുംബ യാഥാർത്ഥ്യ പ്രശ്ന സങ്കീർണതകളിലൊക്കെ ഓടിയണയേണ്ട ഇടമാണ് ഈശോയുടെ തിരുഹൃദയമെന്നല്ലേ ഈശോയുടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായും ഈ തിരുഹൃദയ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലെല്ലാം പടർന്നൊഴുകുവാൻ, നമ്മുടെ കുരിശുകളിലും മുള്ളുകൾ നിറഞ്ഞ ജീവിത പഴുത്താരകളിലും ഈശോയുടെ ഈ തിരുഹൃദയ സ്നേഹപ്രകാശം ഉണർവായി മാറട്ടെ. അച്ഛ, തുടരണമേ. കാരണം ഇതൊക്കെ കേൾക്കുമ്പോഴും ഇതൊക്കെ അറിയുമ്പോഴും ഒരു വലിയ സന്തോഷവും സ്നേഹവും പ്രത്യാശയും ഈ കേൾക്കുന്നവരെല്ലാം നിറയുന്നുണ്ട്. തീർച്ചയായും അച്ഛൻ ഒന്ന് തുടർന്ന്. തിരുഹൃദയ ഭക്തി അത് രൂപതകൾക്കും റീത്തുകൾക്കും ഭാഷകൾക്കും എല്ലാം ഉപരിയാണ്. എല്ലാവർക്കും ഒരുപോലെ സ്നേഹിക്കുവാനും വണങ്ങുവാനും ഈശോയുടെ തിരുഹൃദയത്തെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊരു ചോക്ലേറ്റ് സ്നേഹം അല്ല, നേരെ മറിച്ച് തൻ്റെ അവസാന തുള്ളി രക്തവും അതേപോലെ തന്നെ ജലവും പകർന്നു നൽകിക്കൊണ്ട് അവൻ നമ്മളെ സ്നേഹിക്കാവുന്നതിൽ അധികം സ്നേഹിച്ചിട്ടുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞിട്ടുള്ള ഒരു സ്നേഹമാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. വിശുദ്ധ ഫുൾഡൻജേഷ്യൻ പറയുന്നത് ഇപ്രകാരമാണ്: ലൂങ്കിനോസ് എന്ന് പറയുന്ന പടയാളി കുന്തം കൊണ്ട് കുത്തി തുറന്നില്ലായിരുന്നു എങ്കിലും ഈശോയുടെ ഹൃദയം തനിയെ വിണ്ടുകീറുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അതിൽ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി വിണ്ടുകീറാനായിട്ട് തയ്യാറായി നിറഞ്ഞു നിൽക്കുന്ന ആ ഈശോയുടെ സ്നേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അത്രയും ആഴത്തിലുള്ള ആ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ സ്നേഹം അതൊരിക്കലും ഒരു ചോക്ലേറ്റ് സ്നേഹമോ ഒന്നുമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ മാർഗരറ്റ് മേരി അൽക്കോക്കിന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്.
ഈ ഒരു വെളിപ്പെടുത്തി കിട്ടുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നവർ, കൂടെ മഠത്തിൽ ജീവിച്ച ആൾക്കാരൊക്കെ നിന്നിൽ പിശാചു ബാധയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്തിയ സാഹചര്യങ്ങൾ പോലും ഈ വിശുദ്ധിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്രയേറെ സഹനങ്ങളിലൂടെ പോകുന്ന വഴിക്കും എൻ്റെ കൂടെ എൻ്റെ ഈശോയുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിലാണ് ഈ വിശുദ്ധിക്ക് ജീവിക്കാനായിട്ട് സാധിച്ചത്. ഒരിക്കൽ പൂക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു കുരിശ് പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് കുരിശിലെ ഈശോ ഈ പുണ്യവതിയോട് പറയുന്നത് ഇപ്രകാരമാണ്: കണ്ടാലും ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കിടക്ക, ഈ കുരിശ്, പൂക്കൾ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ഈ കുരിശ് കൊണ്ടുള്ള ഒരു കിടക്ക ഞാനിത് നിനക്ക് സമ്മാനിക്കുകയാണ് എന്നാണ് പറയുന്നത്. അവൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. സ്വീകരിക്കുന്ന സമയത്ത് വീണ്ടും ഈശോ അവളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ പൂക്കൾ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള കുരിശ് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഇതളുകൾ പതിയെ പൊഴിയുവാനായിട്ട് തുടങ്ങും. അതിൻ്റെ അടിയിൽ മുള്ളുകളുണ്ട്. ഈ മുള്ള് നിൻ്റെ ജീവിതത്തോട് കുത്തി തറയ്ക്കാനായിട്ട് തുടങ്ങും. നിനക്ക് സഹനങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങും. അന്നേരം ഈശോ വീണ്ടും അവളോട് പറയുകയാണ്, മകളെ, നീ ആ സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും എന്നെ ആശ്ലേഷിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. ഇതുപോലെ തന്നെ വിശുദ്ധ ലുത്തുഗാഡ് എന്ന് പറയുന്ന പുണ്യവതിയോട് ഈശോ ചോദിക്കുന്നുണ്ട്, എന്നിൽ നിന്ന് നീ എന്താഗ്രഹിക്കുന്നു? മറുപടിയായിട്ട്, അങ്ങിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഹൃദയമാണ് എന്നാണ് ഈ പുണ്യവതി മറുപടി നൽകുന്നത്. ഉടനെ തന്നെ ഈശോ വീണ്ടും അവളെ ചേർത്ത് പിടിച്ച് ചോദിക്കുന്നത് ഇപ്രകാരമാണ്: ഇതിലും അധികമായി നിന്റെ ഹൃദയത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, നിന്റെ ഹൃദയം മുഴുവൻ എനിക്ക് തരിക, ഞാൻ അതിൽ വസിക്കാനായിട്ട് തയ്യാറാകാം. അതുകൊണ്ട് ഈ ആദ്യത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗത്ത് ഈശോയുടെ ഹൃദയം സ്വന്തമാക്കാനും ആ ഹൃദയത്തിൽ വസിക്കാനും ആ ഹൃദയമുള്ള ഒരു ലോകത്തെ അവതരിപ്പിച്ചു കൊടുക്കുവാനുമായിട്ടുള്ളൊരു ക്ഷണമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് നൽകിക്കൊണ്ട് ഇരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇത് ശ്രവിക്കുമ്പോൾ തീർച്ചയായും ഈശോയുടെ തിരുഹൃദയം, ആ തിരുഹൃദയ സ്നേഹം, ആ മുറിവിൽ നിന്നൊഴുകുന്ന തിരുച്ചോരതയും തിരുജലവും നമ്മുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുന്ന അഭിഷേകമായി മാറണം. പ്രത്യേകിച്ച് യുവത്വങ്ങളൊക്കെ ഇതൊരു വെല്ലുവിളിയായി. അച്ഛാ, ഞാൻ ഓർക്കുകയാണ് ഫുൾട്ടൻ ജേഷീനൊക്കെ പറഞ്ഞ കാര്യം, ലോങ്കിനോസ് കുത്തി തുറന്നില്ലായിരുന്നുവെങ്കിൽ ഈ തിരുഹൃദയ സ്നേഹം ജ്വലിച്ച് തന്നെ വിണ്ടുകീറുമെന്ന് പറയുമ്പോൾ എത്രയോ ആഴപ്പെട്ട സ്നേഹമാണ് ആ ഹൃദയത്തിൽ നിറവായി നിൽക്കുന്നത്. വീണ്ടും ആ വിശുദ്ധയോട്, മർഗരീത്തയോട് ഈശോ പറഞ്ഞില്ലേ, മുള്ളുകൾ നിനക്കുണ്ടാവാം, എൻ്റെ സ്നേഹത്തിൻ്റെ ഇതളുകൾ മാത്രമല്ല മുള്ളുകൾ നിനക്കുണ്ട്. അങ്ങനെയെങ്കിൽ അച്ഛാ, ശരിക്കൊരു ഈ ക്രിസ്തീയ ജീവിതം, പ്രത്യേകിച്ച് ബാലകൗമാര യൗവന യുവത്വ ആ പ്രയാണം ശരിക്കൊരു മുള്ളും മുൾച്ചെടിയും പൂവിതളും എല്ലാം നിറഞ്ഞ സഹനത്തിൻ്റെ വഴിത്താരുകളാണെങ്കിലും പ്രത്യാശയുടെ നിറവ് നൽകുന്ന ആ തിരുഹൃദയ സ്നേഹത്തിൽ ഊന്നിയാകേണ്ടേ നീങ്ങേണ്ടത്. തീർച്ചയായിട്ടും ഈശോയുടെ ആ തിരുഹൃദയത്തിൽ നിന്ന്, തിരുഹൃദയത്തെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അന്നേരവും ഈശോ നമ്മളെ ചേർത്ത് പിടിച്ച് അവൻ പറയുകയാണ്, മകനെ, മകളെ, എൻ്റെ ഹൃദയം ഇതാ, അതിനോട് ചേർന്ന് കിടക്ക്. പല പുണ്യവതികൾക്കും ഈശോ നൽകിയിട്ടുള്ളൊരു വലിയ അനുഗ്രഹം ഇപ്രകാരം ആയിരുന്നു: അവൻ്റെ വക്ഷസോട് ചാരിക്കിടക്കാണ്ട്, അവൻ്റെ ഹൃദയത്തോട് ചാരിക്കിടന്ന് അവൻ്റെ സ്വരം, ഹൃദയത്തിൻ്റെ ഇടിപ്പ് അറിയാനായിട്ട് ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കണം, അവൻ്റെ ഇടിപ്പറിയണം, അവൻ്റെ സ്വരം നമ്മുടെ കാതുകളിൽ എത്തണം. അന്നേരമാണ് ഈ മേക്കപ്പ് ബോക്സ് ആകുന്ന ഈ ടൂളിലൂടെ നമ്മളൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് മാറുന്നത്. സിസ്റ്ററെ, നമ്മളിപ്പോൾ ചിന്തിച്ചപ്പോൾ ഹൃദയം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ഒരു ചിന്തയിലൂടെ കടന്നുപോയി. ഇനി എന്താണ് ഈ കാലഘട്ടത്തിൽ ഈ ഹൃദയം നഷ്ടപ്പെടുവാൻ? ഒരു വല്ലാത്ത ശൂന്യത, മരവിപ്പ്, ഒരു നിർവികാരത, ഒരു പക്ഷേ ആത്മീയ മന്ദത ഒക്കെ എവിടെയും പടർന്നു പിടിച്ച, ഇതെല്ലാം ഹൃദയം നഷ്ടപ്പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ അച്ഛാ. അതിൻ്റെ ഒരു ഭാഗമാണെന്ന് കാണുന്നല്ലോ. എന്താണ് ഈ ചാക്രിക ലേഖനത്തിൽ പാപ്പ ഇതിനുള്ള കാരണം കണ്ടെത്തുന്നത്? അത് സിസ്റ്റർ ഒന്ന് വിവരിക്കാമോ? നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് വളരെ വേഗം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണെന്ന് നമുക്കറിയാം. സൂപ്പർസോണിക് യുഗം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഓട്ടത്തിനിടയിൽ ജീവന്റെ കേന്ദ്രമായ ഹൃദയത്തെ പലരും മറന്നു പോകുന്നു. അതൊരു വലിയ യാഥാർത്ഥ്യം എന്നറിയോ? അപ്പം എവിടെ നമ്മൾ പറയുന്നത് ഹൃദയ ശാന്തതയാണ് വേണ്ടത്, ഹൃദയ ശാന്തത. അപ്പം സിസ്റ്റർ പറഞ്ഞ് കറക്റ്റാണ്. ശരിക്ക്
ആ ശാന്തതയില്ലാത്ത തിരക്കിൻ്റെ ലോകമാണെന്ന് ചുരുക്കം. അപ്പം അപ്പൊ ജീവന്റെ ആത്മകേന്ദ്രം നഷ്ടപ്പെടുന്നു എന്നാണ് പാപ്പ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പല അവയവങ്ങൾ കൂടിയതാണെങ്കിലും നമ്മുടെ കേന്ദ്രമായി വർത്തിക്കുന്നത് ഹൃദയമാണ്. അതേക്കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യന് സമയമില്ലാത്തത് കൊണ്ട് അവൻ്റെ ആത്മകേന്ദ്രം അവന് നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ ഹൃദയത്തിന് മൂല്യശോഷണം സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി നഷ്ടപ്പെടുന്നുവെന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുക, ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുക, ഹൃദയത്തെ പരിപോഷിപ്പിക്കുക, ഹൃദയത്തെ സൗഖ്യപ്പെടുത്തുക. ഈ 4 കാര്യങ്ങളാണ് പാപ്പ ഇവിടെ നമ്മളോട് പ്രധാനമായിട്ടും സംരക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഹൃദയത്തോട് സംവദിക്കണം എന്നാണ് പാപ്പ. നമുക്ക് അനുഭവം. അതെ, പരസ്പരം ഹൃദയം കൊണ്ട് സംസാരിക്കുമ്പം മറ്റ് ഹൃദയത്തിനെ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഹൃദയമില്ലാത്തവൻ എന്ന് പറയുമ്പോൾ ദസ്തയോവ്സ്കിയുടെ സ്റ്റോവറോജിൻ എന്നൊരു കഥാപാത്രത്തെ പാപ്പ അവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മറ്റു മനുഷ്യരെ സ്നേഹിക്കാനോ മറ്റു മനുഷ്യരുടെ സ്നേഹം മനസ്സിലാക്കാനോ ഈ കഥാപാത്രത്തിന് സാധിക്കുന്നില്ല. കാരണം അവന് ഹൃദയമില്ലാത്തവനായിരുന്നു. ദൃഢമൈത്രി സ്ഥാപിക്കാൻ, അതായത് മറ്റുള്ളവരുമായിട്ട് ആത്മാർത്ഥമായ ആത്മബന്ധം സ്ഥാപിക്കാൻ ഹൃദയമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് പാപ്പ ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായ ശക്തിയായ ഈ ഹൃദയത്തെ നമ്മൾ ശ്രവിക്കാൻ, ആ ശ്രവണത്തിൽ നിന്ന് ലഭിക്കുന്ന സാധ്യതകൾ ഉപയോഗിച്ച് ജീവിക്കാനാണ് പാപ്പ ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇന്നെല്ലാ മനുഷ്യരുടെയും ഏറ്റവും വലിയ വേദനയും പരാതിയുമാണ് എന്നെ ആരും അംഗീകരിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. പാപ്പ ഇതിന് മറുമരുന്നായി പറയുന്നത് ആദ്യം അവനവൻ തന്നെ സ്വയം അംഗീകരിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ അംഗീകരിക്കുക. അപ്പം നമുക്ക് അംഗീകാരം ഇങ്ങോട്ട് ലഭിക്കും എന്നുള്ളതാണ്. കാര്യങ്ങൾ ഹൃദയം കൊണ്ട് കാണണമെന്ന് പാപ്പ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് ഉദാഹരണമായിട്ട് പരിശുദ്ധ അമ്മയെയാണ് നമ്മുടെ മുമ്പിലേക്ക് പാപ്പ കൊണ്ടുവരുന്നത്. പരിശുദ്ധ അമ്മ മാനുഷികമായ ചിന്തകളും ദൈവികമായ സാധ്യതകളും ഒക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 19-51 വാക്യങ്ങളിൽ നാം വായിച്ചറിയുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ കൊച്ചു മനസ്സിൽ പതിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കപ്പെടുന്നതും ഹൃദയത്തിൻ്റെ അടിത്തട്ടിലാണെന്ന് പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ബാല്യത്തിൽ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞ കാര്യങ്ങളെല്ലാം അത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ പതിയുന്നുവെന്ന് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ പാപ്പ ഈ ഭാഗത്ത് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മളെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് യുദ്ധം. ഈ യുദ്ധം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് പാപ്പ പറയുന്നുണ്ട്. പാപ്പ പറയുന്നത് സർവ്വതും നഷ്ടപ്പെട്ട് സകലരെയും നഷ്ടപ്പെട്ട് വിലപിക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ, അമ്മമാരുടെ രോദനം, അവരുടെ വേദന കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുന്നത് ഹൃദയമില്ലാത്തതിൻ്റെ അടയാളമല്ലേ എന്നാണ് പാപ്പ നമ്മളോട് ചോദിക്കുന്നത്. ഈ 1-ാമത്തെ അധ്യായം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഈശോയുടെ ആ തിരുഹൃദയത്തോടുള്ള സ്നേഹത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഹൃദയത്തിൻ്റെ ആ പ്രാധാന്യത്തെ നമുക്ക് മുമ്പിലേക്ക് എടുത്തു കാണിക്കുകയാണ്. ഒന്നാമതായിട്ട് ഹൃദയമുള്ളവരാകുക, ഈശോയുടെ ഹൃദയം സ്വന്തമാക്കുക. ഈശോയുടെ വാക്കുകളൊക്കെ അപ്രകാരമായിരുന്നു. തിരുവചനം മുഴുവൻ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴുമൊക്കെ കരുണയുള്ളൊരു ദൈവത്തെ, ഹൃദയമുള്ള അലിവുള്ള ഒരു ദൈവത്തെയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. കുരിശിൽ കിടന്നപ്പോഴും അവൻ ചെയ്തതും മറ്റുള്ളവർക്ക് അവസാനത്തെ തുള്ളി രക്തവും കൊടുത്ത് അവസാനത്തെ ജലവും നൽകി അവൻ മറ്റുള്ളവരോട് കൂടെ ആകുവാനായിട്ട് ആഗ്രഹിച്ച ഒരു ദൈവത്തിൻ്റെ ചിത്രം നമുക്ക് മുമ്പിലേക്ക് മനോഹരമായിട്ട് ഈ ഒരു ആദ്യത്തെ അധ്യായത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിക്കാം, എന്താണ് ഇന്ന് ഹൃദയം കഠിനമാകുന്ന അവസ്ഥയ്ക്ക് കാരണം? വേഗതയുടെ ഒരു പ്രയാണം, ഒന്നും മനസ്സിലാക്കുവാൻ, ആരെയും മനസ്സിലാക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതിന് സമയം കൊടുക്കാത്ത ഒരു വേഗത. ഇവിടെയാണ് ഈശോയുടെ തിരുഹൃദയം നമുക്ക് സാക്ഷ്യമേകുന്നത്. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ. അതെ പ്രിയരെ, ആയതിലേക്ക്, ആ തിരുഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് പിടിക്കുന്നവൾ പരിശുദ്ധ അമ്മയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പാപ്പ സൂചിപ്പിക്കുകയാണ്, തിരുഹൃദയ സ്നേഹത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആ വിമല ഹൃദയം നമുക്കെന്നും അത്താണിയാണ്. ആ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതം ചേർക്കുമ്പോൾ, ആ ഹൃദയശാന്തതയും എളിമയും നമ്മൾ നിറയുമ്പോൾ
സഹോദരരെ സ്നേഹത്തോടെ കാണുവാൻ, കരുണയുടെ മുഖവുമായി അവരെ ചേർത്ത് പിടിക്കുവാൻ സാധിക്കുമെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെയും കലഹത്തിൻ്റെയും ഭിന്നതയുടെയും ദുരാരൂപികൾ നമ്മെ തകർക്കുവാൻ കടന്നു വരും. എന്നാൽ അവിടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ തിരുമുറിവിൻ്റെ ആ തിരുജലവും തിരുരക്തവും ഒഴുകുന്ന ആ ദിവ്യ സ്നേഹത്തിൻ്റെ ഉറവിടമുണ്ട്. ആ തിരുമുറിവിൽ നമുക്ക് അഭയം തേടാം. തീർച്ചയായും പാപ്പയുടെ അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ള ഈ തിരുവെഴുത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഇതൊന്ന് ധ്യാനിക്കുവാനും ഇതൊന്ന് പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുവാനുമുള്ള സമയം കണ്ടെത്തുമ്പോൾ അതുതന്നെ ജീവിതത്തിന് ഒരു നല്ല അഭിഷേകം പ്രദാനം ചെയ്യും. തിരക്കിൽ നിന്നൊഴിഞ്ഞ് അല്പശാന്തതയോടെ ഇതൊന്ന് മനനം ചെയ്യുവാൻ കഴിഞ്ഞാൽ അത് ഒരു തിരുഹൃദയ സ്നേഹത്തിലേക്കുള്ള വഴിത്താരയാകും. വിമലഹൃദയ റാണിയായ പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കും തിരുഹൃദയ സ്നേഹത്തിലേക്ക്. നമുക്ക് ഒരു ഈരടി അതിങ്ങനെയാണ്. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവിലെ പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം. നമുക്കും പറയാം, നമ്മുടെ ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും വേദനകളും ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെ ഒലിവിൻ ചില്ലകളായി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുമുറിവിലേക്ക് സമർപ്പിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ പ്രിയരെ, അടുത്ത ഈ തിരുഹൃദയ സ്നേഹക്കൂട്ടായ്മയുടെ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് സ്നേഹത്തോടെ, നന്ദിയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തിരുഹൃദയ ആ സ്നേഹത്തിൻ്റെ നിറവ് എല്ലാ കുടുംബങ്ങളിലും ഹൃദയങ്ങളിലും അനുഭവമാകട്ടെ. ആമേൻ.